അക്ഷരാർത്ഥത്തിൽ CPM-ന്റെ സമ്മേളന വേദി MK സ്റ്റാലിൻ ഹൈജാക്ക് ചെയ്തു. CPM-ന്റെ സമ്മേളനമാണോ DMK-യുടെ സമ്മേളനമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത വിധം MK സ്റ്റാലിൻ ആ വേദി കൈയടക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിണറായിക്കിട്ട് നല്ല പണി നൽകി. പിണറായിയുടെ തൊലിയുരിഞ്ഞു. MK സ്റ്റാലിന് മുന്നിൽ പിണറായി വിജയൻ നിഷ്പ്രഭനായി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് CPM-ന്റെ സമ്മേളനവുമായി ചെന്നതാണ്. ലക്ഷ്യമെന്തായിരുന്നു? കേരളം 3ാം തവണയും പിടിക്കും, ഇനി തമിഴ്നാടും കൂടി കൈപ്പിടിയിലായാൽ മതി, അതിന് പറ്റിയ ഒരു മുഖ്യമന്ത്രിയാണ്, തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് എന്നൊക്കെ കരുതി MK സ്റ്റാലിൻ്റെ മടയായ മധുരയിലെത്തിയതാണ്. എന്നാൽ മധുരയിലെ CPM-ന്റെ സമ്മേളന വേദിയിൽ പോകാതെ മറ്റൊരു വേദി തിരഞ്ഞെടുക്കാൻ നിർദ്ദേശിച്ചു MK സ്റ്റാലിൻ. അവിടെ തുടങ്ങി CPM-ന്റെ ശനിദശ. CPM തിടുക്കപ്പെട്ട് മറ്റൊരു ഓഡിറ്റോറിയം തിരഞ്ഞെടുത്തു. നേരത്തെ തയ്യാറാക്കി വെച്ച കമാനങ്ങളും കൊടിതോരണങ്ങളും ഒക്കെ അവസാന നിമിഷം അങ്ങോട്ടേക്ക് മാറ്റി. ആ വേദിയിലേക്ക് ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ ആരവത്തോടെ മധുരയെ ഇളക്കി മറിച്ചുകൊണ്ട് വഴിനീളെ കാത്തു നിന്ന DMK-യുടെ പ്രവർത്തകർ DMK-യുടെ പതാക ഉയർത്തി MK സ്റ്റാലിനെ വരവേറ്റു. അപ്പോൾ DMK-യുടെ ഒരു പരിപാടിയാണ് എന്നുള്ള പ്രതീതിയാണ് ജനിപ്പിച്ചത്. അല്ലാതെ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് എന്ന കാര്യമൊക്കെ തന്നെ ആ നാട്ടുകാർ പോലും മറന്നു പോയിരിക്കുന്നു. അങ്ങനെ പിണറായി വിജയനും CPM-ന്റെ ദേശീയ നേതാക്കളും ഇരുന്ന വേദിയിൽ വരാതെ താൻ വന്ന വേദിയിലേക്ക് CPM-ന്റെ ദേശീയ നേതാക്കളെ വരുത്തിച്ചു MK സ്റ്റാലിൻ. എന്നാൽ ഈ വേദിയിലെ ഈ ആരവം, ഈ വേദിയിലെ ഈ ജനങ്ങളുടെ പ്രകമ്പനം, ഈ വേദിയിലെ ജനങ്ങളുടെ ആ ഇളകി മറിച്ചിൽ ഇത് കാണാനുള്ള ത്രാണിയൊന്നും നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ MK സ്റ്റാലിൻ വന്ന വേദിയിൽ പിണറായി വിജയൻ എത്തിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. CPM-ന്റെ വേദിയിൽ പ്രസംഗിക്കാതെ, CPM-ന്റെ സമ്മേളന നഗരിയിൽ പ്രസംഗിക്കാതെ മറ്റൊരു വേദിയിലാണ് MK സ്റ്റാലിൻ പ്രസംഗിച്ചത്. CPM ഇത്രത്തോളം നാണം കെട്ട മറ്റൊരു സംഭവം അടുത്തിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടിയാണ്. CPM-ന്റെ പാർട്ടി കോൺഗ്രസ് ആണ്. ആ CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിൽ MK സ്റ്റാലിന് ആർപ്പ് വിളിക്കാൻ, MK സ്റ്റാലിന് മുദ്രാവാക്യം വിളിക്കാൻ പതിനായിരങ്ങളുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ വന്നപ്പോഴോ, പിണറായി വിജയൻ വന്നപ്പോഴോ മുദ്രാവാക്യം വിളിക്കാൻ അണികൾ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തും. ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുക. എത്രത്തോളം മധുരയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് MK സ്റ്റാലിൻ നിന്ന് സമ്മേളന വേദിയിലേക്ക് എത്തിയത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. നേരത്തെ സമ്മേളന നഗരിയിൽ സ്റ്റേഡിയത്തിൽ സജ്ജീകരിച്ച പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലാണ് MK സ്റ്റാലിൻ സംസാരിക്കാനിരുന്നത്. എന്നാൽ അവസാന നിമിഷം MK സ്റ്റാലിൻ തന്നെ വേദി മാറ്റി. താൻ CPM-ന്റെ പാർട്ടി പരിപാടിയിൽ പങ്കെടുത്ത CPM-ന്റെ വേദിയിൽ സംസാരിക്കില്ല എന്ന് MK സ്റ്റാലിൻ പറയുന്നു. പിന്നാലെ അവസാന നിമിഷം മറ്റൊരു വേദി തരപ്പെടുത്തുന്നു. അവിടെ DMK-യുടെ പ്രവർത്തകർ ഇരമ്പിയെത്തുന്നു. അവസാന നിമിഷം ഈ സമ്മേളന ഹാളിലെ കമാനങ്ങളും കൊടിതോരണങ്ങളും ഒക്കെ ഈ ഓഡിറ്റോറിയത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തി DMK-യുടെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സംസാരിക്കുന്നു. പാർട്ടി വേദിയിലേക്ക്, CPM-ന്റെ സമ്മേളന നഗരിയിലേക്ക് എത്തില്ല എന്നുള്ള നിശ്ചയം തന്നെയാണ് MK സ്റ്റാലിൻ സ്വീകരിച്ചത്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഈ പരിപാടി നടത്തുന്നത് കോടികൾ ചെലവിട്ട്, കോടികൾ പൊടിച്ച് അത്യാഡംബരപൂർവ്വമാണ്. പഞ്ചനക്ഷത്ര ഹോട്ടലിനേതിന് സമാനമായ അത്യാഡംബരത്തിൽ നടക്കുന്ന ഈ പരിപാടിയിൽ താൻ പങ്കെടുത്താൽ അത് തമിഴ്നാട് ജനതയ്ക്ക് തന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുമെന്നുള്ള സംശയം MK സ്റ്റാലിനുണ്ടായി. കോടികളുടെ ഈ കോടികൾ പൊടിച്ച് നടത്തുന്ന ഈ വലിയ പരിപാടി, അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന തീരുമാനം MK സ്റ്റാലിൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന ഒരു കാര്യത്തിനും നിൽക്കാതെ മറ്റൊരു ഓഡിറ്റോറിയത്തിലേക്ക് പരിപാടി മാറ്റി അവിടെ പോയി അദ്ദേഹം പങ്കെടുക്കുന്നു. ആ പങ്കെടുക്കുന്ന വരവ് തന്നെ ഒരു രാജകീയ വരവാണ്. രാജകീയമായ ഒരു വരവ് MK സ്റ്റാലിൻ വരുന്നു. പതിനായിരങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് വലിയ ആഡംബരത്തോടുകൂടി, വലിയ ഉത്സാഹത്തോടുകൂടി, വലിയ ഒരു രാജാവിൻ്റെ പരിവേഷത്തോടു കൂടി MK സ്റ്റാലിൻ എത്തുകയാണ്. അതേസമയം ഇവിടെ ഈ പാർട്ടി സമ്മേളന വേദിയിലെ മുഖ്യ ആകർഷണമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നപ്പോഴോ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും തിരിഞ്ഞു നോക്കാൻ ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതും ഈ ദൃശ്യങ്ങൾ നിങ്ങളോട് ബോധ്യപ്പെടുത്തും. എന്തായാലും CPM ഇരന്ന് വാങ്ങിയ ഒരു പണിയാണ് കോയമ്പത്തൂരിലേത്. 8ന്റെ പണി CPM-ന് കിട്ടിയിരിക്കുന്നു. MK സ്റ്റാലിനെ പൊക്കി സ്വന്തം പാർട്ടി സമ്മേളന വേദിയിൽ കൊണ്ടുവന്ന് ഇന്ത്യ മുന്നണിയിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ട
പിണറായി വിജയന് 8ന്റെ പണി തന്നെയാണ് MK സ്റ്റാലിനും കൂട്ടരും നൽകിയത്. തമിഴ് ബുദ്ധിയിൽ MK സ്റ്റാലിൻ കളിച്ച കളിയിൽ കേരളത്തിലെ CPM-ന്റെ ദേശീയ നേതൃത്വം ഒന്നാകെ ചൂളിപ്പോയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് 8ന്റെ പണി കൊടുത്തിരിക്കുന്നു MK സ്റ്റാലിൻ എന്നുള്ള കാര്യമാണ് നമുക്കിപ്പോൾ മധുരയിൽ നിന്ന് ബോധ്യപ്പെടുന്നത്.